ഭവാനിയമ്മേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയും ഞാൻ അവനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ... ഭാസ്കരേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലത്തേക്കാ ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. എന്തിനാ കുഞ്ഞെ? താമസിക്കാൻ. അതിനവിടെ വീടൊന്നും ഇല്ലല്ലോ. എനിക്ക് അവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കണം. അതിനാവശ്യമുള്ളതൊക്കെ വാങ്ങി തന്നാ മതി. പൈസ എന്റെ കയ്യിലുണ്ട്. കൊട്ടാരം പോലത്തെ വീടും കളഞ്ഞ് എന്തിനാ കുഞ്ഞെ മനുഷ്യവാസം ഇല്ലാത്തത് താമസിക്കുന്നേ? ആട്ടെ, ഈ കൊച്ചേതാ? എല്ലാം ഞാൻ പിന്നെ പറയാം. എന്നാ നിങ്ങൾ വെക്കോ. അതാണ് സ്ഥലം. എന്റെ അമ്മയുടെ വക സ്ഥലമാ. നമുക്ക് അവിടെ താമസിക്കാം. അയ്യോ, ഒരു കിളിക്കുഞ്ഞു പോലും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ആരുടെയും ശല്യം ഉണ്ടാവില്ല, ആരെയും പേടിക്കും വേണ്ട. അങ്ങോട്ട് എങ്ങനെ പോവും? നമ്മുടെ വക ഒരു കൊച്ചു വള്ളമുണ്ട്. നല്ല ഭംഗിയായിരിക്കുന്നു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ, കേൾക്കണോ? രാധേ, രാധേ, നമുക്കിവിടെ ഒരു വീട് വെക്കാം. നമ്മൾ എങ്ങനെ വീട് വെക്കും? അതിനൊക്കെ വഴിയുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എനിക്കിഷ്ടപ്പെട്ടു. കാശ് തീർന്നു പോയതുകൊണ്ടാ, ഇല്ലെങ്കിൽ കുറെ കൂടെ നന്നാക്കായിരുന്നു. കാശ് തീർന്നു പോയോ? ഇനി കഞ്ഞി കുടിക്കാൻ എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പട്ടിണി കിടത്തില്ല. എന്ത് ജോലി ചെയ്തും നിന്നെ ഞാൻ രക്ഷിക്കും. പിന്നെ വാചകം അടിക്കാതെ ജോലി നോക്ക്. പായസം പോലെ പെണ്ണ് ദേവി മഹാകാളി
നോവുന്ന മകനെ പിടിവിട്. എന്താ നീ എന്നെ കണ്ടത് തിരിഞ്ഞോടിയത്? ഞാനോ? അത് അവിടെ ഒരു ബുൾപ്പട്ടി നിൽക്കുന്നുണ്ട്. പട്ടി എനിക്ക് വലിയ പേടിയാ. നിന്നെ ഞാൻ തിരക്കി നടക്കായിരുന്നു. എവിടെയാണ് എന്റെ രൂപ? രൂപയോ? ഏത് രൂപ? ഏത് രൂപ? 25 രൂപ വെച്ച മറന്നുപോയാ? കാനേ കൊൻകുനാന. നിന്റെ കുങ്കുനാന. എന്താ മകനെ പെണ്ണ് അടുക്കുന്നില്ലയോ? അവളെ കണ്ടവന്മാരോട് ഓടിപ്പോയിടാ. നിന്റെ ഒരു മന്ത്രവാദവും നമ്മുടെ തല ഒന്നുമില്ല. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു. കട്ടെടുക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കാശ് കൊണ്ടുവരായിരുന്നു. ആരോരുമില്ലാത്തവനാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞേ? മുട്ടനൊരു കാറും പണക്കാരനായ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, പക്ഷേ എനിക്കാരുമില്ല. ഞാൻ ഒറ്റയ്ക്കാ. ഇപ്പോഴും ഒറ്റയ്ക്കാണോ? അല്ല, നീയുണ്ട്. നീ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ദീപു കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്തിനാ എല്ലാവരെയും പിണക്കിയിട്ട് എന്റെ കൂടെ താമസിക്കുന്നത്? മനസ്സുഖത്തിന് വേണ്ടി. വീട്ടിൽ താമസിച്ചാ മനസ്സുഖം കിട്ടത്തില്ലേ? നേര് പറ ദീപു, അച്ഛനുമായി വഴക്കിട്ട് പോന്നെ എന്തിനാ? എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെക്കുറിച്ച് ആയ പറഞ്ഞ അറിവേ ഉള്ളൂ. അമ്മ സുന്ദരിയായിരുന്നു. അമ്മയെ അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഇതുവരെ ഇത് ഉണങ്ങിയില്ലേ? ഓ സാരമില്ല, അത് താനെ ഉണങ്ങിക്കോളും. നിനക്കൊരു രസം കേൾക്കണോ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു വായ നോക്കി സ്വാമി വന്നിരുന്നു. എന്തിനെ? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന് ഞാൻ തല്ലു കൊടുക്കാതെ പറഞ്ഞയച്ചു. കള്ളറാസ്കൽ. എന്തു പറ്റി? അവൻ പറയുകയാണ്, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത്. അല്ലേ, നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ബാബാ. അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ... ചേട്ടാ, പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അപ്പോൾ ശാരദ സീരിയസ് ആണ്. ശാരദ, ചേട്ടാ, അങ്ങനൊന്നും തോന്നരുത്. കൊച്ചമ്മയുടെ വയറ്റിൽ ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്ന് എന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട. ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും നോവിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആരുപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു, രാധേ, പോയി കിടന്നുറങ്ങും.